കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ എന്ത് കൃഷിയാണെന്ന് അറിയത്തില്ല, പിന്നെ എങ്ങനെ കൃഷി ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ പറ്റിയൊരു സ്ഥലവും പറ്റിയൊരാളെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. വാ. ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരിയിലെ ജോർജ് അങ്കിളിന്റെ വീട്ടിലാണ്. ഇവിടെ കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് ജോർജ് അങ്കിളിനെ പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ ജോർജ് അങ്കിൾ. ജോർജ് അങ്കിൾ, ഇത്രയധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഇവിടെ എങ്ങനെയാണ് എത്തിയത്? ഇത് കുഞ്ഞുനാൾ മുതലേ കൃഷിയിലോട് താല്പര്യമുണ്ടായിരുന്നോ? ഇത് ഞാൻ ചെറുപ്പകാലം മുതലേ കൃഷിയുടെ ഒരു താല്പര്യനാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഫലങ്ങളുണ്ടാകുന്ന ഫ്രൂട്ട്സ് പ്ലാന്റിനെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ കളക്ഷൻ ഉണ്ട്. അങ്കിള്, എക്സാക്റ്റ് ആയിട്ട് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്? മാവ്, പ്ലാവ്, റംബുട്ടാൻ, തെങ്ങ്, കവുങ്ങ്, അങ്ങനെയുള്ള പേര, ചാമ്പ, അങ്ങനെയുള്ള വൃക്ഷങ്ങളാണ്. ഇപ്പം ഞങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും വില കുറച്ചാണ്. ഇപ്പം പോംഗ്രെയിൻ അല്ലെങ്കിൽ മാതള നാരങ്ങ പൂവിട്ടത് ഞങ്ങൾ കൊടുക്കുന്നത് 90 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ ചെറുനാരകം 90. അങ്ങനെ 90ൻ്റെ ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ട്. വിയറ്റ്നാം പ്ലാവുണ്ട്. അത് 2 കൊല്ലം ആയതാണെങ്കിൽ ഞങ്ങൾ 150 മുതൽ, വലിയ കവറാണെങ്കിൽ 200 രൂപ വരെ ചാർജ് ചെയ്യും. അതാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു സീക്രട്ട്. അതായത് കുറഞ്ഞ വിലയ്ക്ക് യഥാർത്ഥ കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര സെയിലിൽ കിട്ടിയതും ഇത്ര വെറൈറ്റി സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് സാധിക്കുന്നത്. ആംഗ്ലേ, അതായത് എനിക്ക് ബേസിക്കലി ഒന്നും അറിയത്തില്ല, പക്ഷേ കൃഷിയിൽ താല്പര്യമുണ്ട്. അപ്പോൾ എന്നെപ്പോലെ കുറേ പേരുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞങ്ങൾക്കൊക്കെ അങ്കിളിൻ്റെ ഒരു സഹായം കിട്ടുമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ അങ്ങനെ വളർന്ന തലമുറയ്ക്കും കൃഷിയിൽ ഇഷ്ടമുള്ള ആൾക്കാർക്കും എല്ലാ ഗൈഡൻസും കൊടുക്കുന്നുണ്ട്. എങ്ങനെ ചെടികൾ നടണം, എങ്ങനെ വിത്തുകൾ ഉണ്ടാക്കണം, അത് എങ്ങനെ സൂക്ഷിക്കണം, അങ്ങനെയുള്ള ഗൈഡൻസ് എല്ലാം. ആംഗ്ലേ, ഞങ്ങളുടെ സിലബസിൽ കൃഷി ഒന്നുമില്ല. അപ്പം പഠിച്ചെത്താൻ പോകുന്നത് വേറെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പം അതിൻ്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ കൃഷി? അപ്പം അങ്ങനെ കൊണ്ടുപോകാനാണെങ്കിൽ ഇപ്പം തന്നെ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ എടുക്കണം? അതായത് ആദ്യമായിട്ട് നമ്മൾ കൃഷി എന്ന് പറയുന്നത് ഒരു കർഷകന് വേണ്ടിയിട്ട് അല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, അത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കുമാണ്. അതിലൊരു ഭാഗവാക്കാകണമെങ്കിൽ നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിനോടൊരു സ്നേഹം കാണിക്കണം. കൃഷിക്കാരോടും കൃഷി വസ്തുക്കളോടും നടീൽ സാധനങ്ങളോടുമൊക്കെ. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ സമയം കണ്ടെത്തി 1 മണിക്കൂറെങ്കിലും നമ്മൾ കൃഷിക്ക് വേണ്ടി ചിലവഴിക്കണം. ആ ചിലവഴിക്കുന്നത് കൊണ്ട് നമുക്ക് പലതും പഠിക്കാൻ പറ്റും. അറിവുള്ളവരോട് ചോദിക്കുക. അറിവുള്ളവരെന്ന് പറഞ്ഞത് കൃഷി ഓഫീസറുണ്ട്, കർഷകരുണ്ട്, പ്രായം ചെന്ന ആൾക്കാരുണ്ട്, എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. അങ്കിളെ, ഇതിൽ നിന്നൊക്കെ എനിക്ക് ചെറിയ രീതിയിലായാലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും. നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക. അവർക്ക് ആവശ്യമുള്ള ചെടികളൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നേഴ്സറിക്കാർക്ക് ആവശ്യമുള്ള ചെടികളൊക്കെ കൊടുക്കുക. പ്ലാസ്റ്റിക് കവറിൽ പോട്ടി മിശ്രിതം നിറച്ച് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൃഷിയായിട്ടൊരു സ്നേഹബന്ധം ഉണ്ടാകും. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ഒരു പോക്കറ്റ് മണി ലഭിക്കും. അങ്ങനെയൊക്കെ നമുക്ക് കൃഷി കൊണ്ട് നടക്കാം. പഠിക്കുന്നവർക്ക് കൃഷിയുടെ കൂടെ തന്നെ ഒരു ചെറിയ വരുമാനവും ഉണ്ടാക്കാം. ഹലോ, ഡേവിഡ് തൻ്റെ സെക്കൻഡ് വ്ളോഗും സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ജോർജ് അങ്കിളിനെ പോലൊരു കൃഷിക്കാരൻ്റെ അടുത്തേക്കാണ് ഡേവിഡ് പോയത്. നമുക്ക് ഡേവിഡിനോട് തന്നെ ചോദിച്ചറിയാം എന്തായിരുന്നു ഡേവിഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന്. പറയൂ ഡേവിഡ്. അതായത് ജോർജ് സാറിനെ കാണാൻ പോയതിൽ ആദ്യം എനിക്ക് വാഴക്കൃഷി മാത്രമേ അറിയാത്തുള്ളായിരുന്നു. ഇപ്പം എനിക്ക് കുറേ കൃഷി സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ജോർജ് സാറിനെ പോലെയുള്ള കൃഷിക്കാരുമായി സംവഴുകുമ്പോൾ, അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോഴാണ് എന്നിലുള്ള ഒരു കൃഷിക്കാരനെ പുറത്തെടുക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലായി. പിന്നെ ഉള്ളത്
നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറേ കൃഷിഭവനുകളുണ്ട്. അപ്പം അവിടുത്തെ ഫെസിലിറ്റീസ് അറിയാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇനി ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കൃഷിഭവനിൽ കയറി അത് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡിസിഷൻ ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.